പ്രശസ്തമായ ലണ്ടൻ മലയാളി കൗൺസിൽ പുരസ്കാരം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഈ പുരസ്കാരം കവിതാ വിഭാഗത്തിൽ ഏറ്റുവാങ്ങുന്നത് ശ്രീ സുധാകരൻ ചന്തവിളയാണ്. അത് പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയം പോലെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പല ഉത്സവങ്ങളായി മാറിപ്പോയി. അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ശ്രീമതി റാണി വിനോദിനും ശ്രീമതി വിനി സുരേഷിനും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അത് ഗ്രന്ഥശാലകളെന്ന് നമുക്കറിയില്ല. അതേസമയം റെഫറൻസ് ലൈബ്രറി വേറെ ഭാഗത്ത് നിൽക്കുകയാണ്. ആ റെഫറൻസ് ലൈബ്രറിയിലോട്ട് നമ്മൾ എത്ര ആളുകൾ പോകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ അതിൽ ഗവേഷണം നടത്താത്തത് കൊണ്ട് കൃത്യമായി കണക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പൊതു വിവരമനുസരിച്ച് അവിടെ റെഫറൻസ് ലൈബ്രറി പോകുന്നതിനേക്കാൾ എളുപ്പം കയ്യിലിരിക്കുന്ന കമ്പ്യൂട്ടർ വെച്ച് ഇതിൻ്റെ വിവരം ശേഖരിക്കുന്നതാണ് എന്ന് കരുതുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പണ്ടാണെന്നൊരിക്കൽ ഗ്രന്ഥശേഖരത്തിനകത്താണ് അറിവിൻ്റെ കേന്ദ്രമായി ഇരുന്നത്. ഇന്നിപ്പോ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലില് ഈ ഗ്രന്ഥശേഖരം ഒക്കെ ഒരുമിച്ചിരിക്കുകയാണ്.
കേരളത്തിലായിരുന്നു മലയാളിയുടെ തനിമ കാണുന്നത്, കേരളത്തിലല്ല. അതിക്കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും ഈ ലിമ വേൾഡ് ലൈബ്രറി അതുപോലെ തന്നെ DC ബുക്സിൻ്റെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇത്തവണ 2 പ്രമുഖ വ്യക്തികളുണ്ടായിരുന്നു. ഒന്ന് സുനിത വില്യംസും ഒന്ന് ബെൻ ജോൺസും. പക്ഷെ ഉദ്ഘാടനത്തിന് ഇവരെക്കാട്ടി കൂടുതൽ കൈയടി കിട്ടിയത് സിനിമാ താരം ഭാവനയ്ക്കാണ്. അതിൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു പങ്കാളിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് പല സ്ഥലത്തായി ലണ്ടനിൽ നിന്ന് സോമൻ വന്നു, അങ്ങനെ പല സ്ഥലത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്ന് വന്നു. കഴിഞ്ഞ തവണ ഞാൻ കണ്ടതാണ്, ബാംഗ്ലൂരിൽ നിന്ന് വന്നു, അങ്ങനെ പല സ്ഥലത്തു നിന്ന് വരുന്നു. അറിയപ്പെടുന്ന ഒരു അവാർഡാണ്, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡാണ് ലണ്ടൻ മലയാളി കൗൺസിൽ സാഹിത്യ പുരസ്കാരം. ഈ വർഷം ലണ്ടൻ മലയാളി കൗൺസിൽ സാഹിത്യ പുരസ്കാരത്തിന് കവിതാ വിഭാഗത്തിൽ അർഹനായിരിക്കുന്നത് ശ്രീ സുധാകരൻ ചന്തവിള സാറാണ്. സാറിനെ ലണ്ടൻ മലയാളി കൗൺസിൽ സാഹിത്യ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഹൃദയത്തിൽ മുറിവുകൾ, വാക്കുകൾ നിശബ്ദം, പുഞ്ചിരിയിൽ നാടകങ്ങൾ. ശരിയാണെന്ന് പറയാൻ പഠിച്ചവൾ ശരിയായിരുന്നില്ലൊരിക്കലും. ബന്ധങ്ങൾക്കായി സ്വയം മറന്നവൾ, പ്രണയത്തിനായി തനിയെ ത്യജിച്ചവൾ, വിശ്വാസത്തിനായി തകർന്നു വീണവൾ. ഒരു നാൾ അവൾ കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുമ്പോൾ അവൾ ചോദിച്ചു, ഇവിടെ ഞാൻ എവിടെയാണ്? ആ ചോദ്യമാണ് ആദ്യം അവളെ ഉണർത്തിയത്. മുറിവുകൾ മറച്ചിടാതെ അവൾ കാണാൻ തുടങ്ങി. വേദനയെ പേടിക്കാതെ അവൾ നേരിടാൻ തുടങ്ങി. കണ്ണീർ തുടച്ചിട്ടവൾ ചിരിക്കാൻ ശ്രമിച്ചില്ല. കരഞ്ഞു, മുഴുവൻ മനസ്സോടെ കരഞ്ഞു.
കുഴിച്ചിട്ടും തട്ടി തട്ടി തെറിക്കുന്നു കല്ലു കഠിന കഠോരമാം ഈ കവിതയാഴക്കിണർത്താളം. ഇന്നു കിട്ടും നാളെയെന്ന് കാത്തിരിക്കും വാക്കിനായി വാക്കുവെട്ടി കരേറുന്നു കിണർദ്വാര പ്രവേശത്തിൽ. ജ്ഞാനവിജ്ഞാനക്കയത്തിൽ ധ്യാനലീന സമാധിയായി രാപകൽ മൂകസ്ഥമായി ആഴദൂരം അളക്കുന്നു. ചിലപ്പോഴോ വെയിൽ തട്ടി വാക്കിൻ തലവിയർക്കുന്നു, ചിലപ്പോഴോ മഴയേറ്റ് കിണർ വെട്ടൽ തളരുന്നു. വെട്ടിനാക്കം കുറവെന്നും സർഗശേഷി മരിച്ചെന്നും ഹൃത്തിൽ വറ്റി കനിവെന്നും കിണർവേല മടുക്കുന്നു. പിന്നെയും വന്നുദിക്കുന്നു കാവ്യസൂര്യ കിരണത്തിൻ പുലർവെട്ട തിരിനാളം വാക്കിനൂക്കിനു കൊതിക്കുന്നു. ഫലിച്ചെങ്കിൽ ഫലിച്ചെന്ന് കിതപ്പോടെ കുഴിക്കുന്നു, പുതുവെള്ളത്തെളിമയ്ക്കായി കാത്തിരിക്കും കവിഹൃത്ത്. മുന്നൊരുക്കം പോലെയായി ഭവിക്കില്ല പിന്നൊരുക്കം, പിന്നെയും പണിയുള്ള വേല പൂർണ്ണ തൃപ്തി പണിയല്ല. മേളിൽ നിന്നാൽ കിണറാഴം ഏറെയില്ല എന്നു തോന്നും, ഉള്ളിനുള്ളിൽ കടക്കുമ്പോൾ കാവ്യവെള്ളം തിളയ്ക്കുന്നു. കാവ്യചൂടും കാലപാടും കലരും കിണർ വെള്ളമേറ്റി കരിയാതെ എരിയാതെ വഴി സൂര്യൻ വളരുന്നു. കിണറാഴം അതിൽ വെള്ളം കനിവുള്ള കവിതയെന്ന് പറഞ്ഞാലും പറഞ്ഞാലും അറിയില്ല അതിൻ ഭാവി. കിണർ കുത്തി ഒരിക്കലും കൊതി തീരാ കവിമോഹം, കിണർ കുത്തി ഒരിക്കലും കൊതി തീരാ കവിമോഹം. വീണ്ടും ആഴം നോക്കി നോക്കി കവി നിൽപ്പൂ കിണർ പോലെ, വീണ്ടും ആഴം നോക്കി നോക്കി കവി നിൽപ്പൂ കിണർ പോലെ. നന്ദി. ഞാൻ മേരി അലക്സ, കോട്ടയം തിരുവഞ്ചൂർ സ്വദേശി. NCC ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥയായിരുന്നാൽ മണിയാന്ന തുല്യനാമത്തിൽ 70കളിൽ എഴുത്തുടങ്ങിപ്പിച്ചത്. ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്ന ശ്രീ പോൾ മണലിൽ സാർ ഉൾപ്പെടെ പലരും അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, ആഗ്രഹിച്ചതുമല്ല. എങ്കിലും ആഗ്രഹിക്കാതെ ചില നല്ല കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുന്നു. ശ്രീ അരൂർ സോമൻ സാറിൻ്റെ ലിമ ഗ്രൂപ്പിൽ ചേർന്നിട്ട് എനിക്കൊന്ന് 1.5 വർഷത്തെ ഇതായെന്ന് തോന്നുന്നു. പിന്നെ തന്നെ നേരുന്നു. കിണറെന്ന് പറഞ്ഞ ആ കവിത കേട്ടു, നന്നായിരിക്കുന്നു. പറഞ്ഞത് ശരിയാണ്. തലയിൽ ഒരു 100,000 പുസ്തകത്തിലെ അക്ഷരക്കൂട്ടങ്ങൾ പെറ്റുപേകി എന്റെ തലയ്ക്ക് വല്ലാത്ത വലിപ്പവും ഭാരവുമേറി. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അറിവ് കുത്തി നിറഞ്ഞ ജ്ഞാനവർണ്ണിയിൽ തുറക്കാൻ നോക്കി. അക്ഷരഭാരത്തിൽ ജ്ഞാനം ഉറഞ്ഞു കല്ലായി. എന്റെ തലയുടെ ഭാരത്തിൽ കഴുത്തിന് 6 അടി നീളം വെച്ചു. കഴുത്ത് വളഞ്ഞ് പിറകോട്ട് ചാഞ്ഞു തൂങ്ങി. അപ്പോൾ ഞാൻ പിറകോട്ട് വളഞ്ഞ് ഒരു വാഴക്കുല പോലെ തൂങ്ങിയാടുന്ന എന്റെ തല ഒരു മുച്ചക്ര വണ്ടിയിൽ താങ്ങി വെച്ച് എന്റെ കാലുകൾ എന്റെ തലയെ മുന്നോട്ട് വലിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ആകാശം കാണുന്നു, സൂര്യനെയും ചന്ദ്രനെയും കാണുന്നു, മരങ്ങളെയും കിളികളെയും മാനെയും മലഞ്ചാടിയെയും കാണുന്നു, കന്നുകളെ കാണുന്നു, മലകളും മഴവില്ലുകളും മഴമേഘങ്ങളുടെ മരണപ്പാച്ചിലും കാണുന്നു. പക്ഷെ ഞാൻ വല്ലാത്ത ദുഃഖിതനാണ്. കാരണം ഒരു മനുഷ്യനെ മാത്രം കാണുന്നില്ല, എന്റെ തലയെ ഒന്ന് താങ്ങിടുവാൻ. ആ വഴിയോരത്ത് നിന്ന് കൈകൊട്ടിച്ചിരിക്കുക മാത്രം. അത് വഴിയോരത്ത് നിന്ന് കൈകൊട്ടിച്ചിരിക്കുക മാത്രം.
ലിറ്ററേച്ചർ ഈസ് ദ വോയിസ് ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് പറയുന്നത്. ഇപ്പം കാരോ മാർഷിനെ കുറിച്ച് ഇവിടെ പലരും സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഹ്യൂമാനിറ്റി, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒരു വിവരണം ഇവിടെ നൽകുകയുണ്ടായി. പിന്നെ സമയത്തിന്റെ അതിക്രമം നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുന്നതിനാൽ ഒറ്റ വാക്ക് പറഞ്ഞു നിർത്തുകയാണ്. ആത്മീയ സാമീപ്യം അനുദിനം അനസ്യൂതം ചൊരിഞ്ഞുകൊണ്ട് ആത്മവെളിച്ചം പകർന്നിടും ശ്രീനാരായണ തിരുവടികൾ പരിലസിച്ചിടുന്ന പെരുമയെഴുമൻ കലാലയ ശ്രീലകത്തൊരുമാത്ര വീണ്ടും ഞാൻ ആത്മാഭിമാനത്തോട് എത്തി നിൽക്കെ എൻ ആത്മശിബിരത്തിൽ അനുപമ വിഗ്രഹ രൂപമേന്തിയ എൻ ഗുരുനാഥ തന്നെ ഓർമ്മകൾ അണിവച്ചു ബഹിർഗമിച്ചിടുന്നു. പാശ്ചാത്യ ഭാഷയാം അശ്വത്തെ തെളിക്കുവാൻ എന്നിൽ നിശ്ചയദാർഢ്യം ആളിച്ച് അത് വിജയാചലത്തിലെത്തിച്ചും എൻ ജീവിത ചില്ലയിൽ എവിടെയോ ഉടക്കിയ ഉത്തുംഗ സ്വപ്ന പട്ടത്തെ വിമോചനം ചെയ്തു പാറിച്ചും പാഠങ്ങളിൽ സംസാര പാഠ സാരാംശങ്ങൾ ഉചിതമായി ഇണക്കിയും പ്രിയ ഗുരുനാഥ പകർന്ന ദർശന കാവ്യങ്ങൾ പുനർഗമിച്ചിടുന്നു. കവിമൊഴിയിൽ ധാരാളം എഴുതി ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കാനൊരു അവസരം തന്നതിൽ അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ലിമയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതിനപ്പുറം അധിക പ്രസംഗമൊന്നും പാടില്ല എന്നാണ് ഇപ്പം എന്നെ ചെവി പറഞ്ഞത്. അതുകൊണ്ട് എന്നാൽ എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട്. കവിയുമ്പോൾ വാക്കുകൾ പുറത്തേക്ക് വരികയില്ല എന്ന് പറയുന്നത് സത്യമാണ്. അതുപോലെ അക്ഷരങ്ങളെ അത്രമേൽ സ്നേഹിച്ചതുകൊണ്ടും ഹൃദയത്തോട് ചേർത്തത് കൊണ്ടുമാണ് ഈ പ്രൗഢഗംഭീരമായ സാഹിത്യകാരന്മാരുടെ ഇടയിൽ എനിക്ക് വന്നു നിൽക്കാൻ സാധിച്ചത്. ലിമയിൽ വന്നതുകൊണ്ട് എഴുതുന്നതിനൊപ്പം തന്നെ ഒരുപാട് പ്രിയ സൗഹൃദങ്ങൾ എനിക്ക് കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തീരാത്ത ദുഃഖങ്ങളൂഴിയിൽ മണ്ണോടു ചേരും വരയ്ക്കുമെന്നോ കണ്ണുനീരുപ്പിലൻ കഥനങ്ങൾ പെയ്താലും വദനങ്ങളൊരു സ്മിതം കാത്തുവെച്ചു. അവരുടെ സൃഷ്ടികൾ എഴുതുമ്പോൾ തീർച്ചയായും അത് മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് എന്തെങ്കിലും ഒരു സന്ദേശം എത്തിക്കുന്ന വിധത്തിലാവണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതാണ് എനിക്ക് ഓരോ സാഹിത്യകാരോടും അല്ലെങ്കിൽ എഴുത്തുകാരോടും പറയാനുള്ളത്. എനിക്കിതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ശ്രീ കാരൂർ സോമൻ സാറിനെ കുറിച്ചാണ്. അച്ഛനുറങ്ങുന്ന മണ്ണാണിത്, എനിക്കെന്നും ആത്മബലം തരും 6 അടി മണ്ണ്. ആ സ്നേഹസ്പർശവും കരുതലും അനുഭവിക്കുന്നു ഞാൻ ഈ മണ്ണിൽ തലോടുമ്പോൾ. സമയത്തിന്റെ കാര്യം കൃത്യമായിട്ട് അറിയാം. മിനി മാഡം ചെവിക്ക് പിടിക്കുന്ന കൂട്ടായ്മയുടെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സാഹിത്യ കൂട്ടായ്മകളുണ്ട്. എഴുത്തുകാർ സംഗമിക്കുന്ന ഏറ്റവും നല്ലൊരു കൂട്ടായ്മയാണ് ലിമ വൈൽഡ് ലൈബ്രറി. अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात